أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കുറച്ച് നാളായി ഗസ്വ തബൂക്കിനെ കുറിച്ചാണ് വിവരിച്ചു വന്നിരുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധനീക്കത്തിനായി പുറപ്പെട്ടു. ഇതേക്കുറിച്ച് ചരിത്രത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: ഇസ്ലാമിക സൈന്യം തബൂക്കിലേക്ക് അംഗപ്പുറപ്പാട് നടത്തിയതിനു ശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി താവളമടിച്ചത് ദൂ കുശബ് എന്ന സ്ഥലത്താണ്. ദൂ കുശബ് എന്നത് മദീനയിൽ നിന്നും ഒരു രാത്രിയുടെ യാത്രാ അകലത്തെ സ്ഥിതി ചെയ്യുന്നതും സിറിയയിലേക്കുള്ള വഴിയിലുള്ളതും ധാരാളം നീരുറവകളുള്ളതുമായ ഒരു താഴ്വരയാണ്. അവിടെ വെച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ അസർ നമസ്കാരങ്ങൾ ജമ്മാക്കി നിർവഹിക്കാൻ തുടങ്ങി. ഈ യാത്രയിലുടനീളം ളുഹർ അസർ മഗ്രിബ് ഇശാ നമസ്കാരങ്ങൾ സ്ഥിരമായി ജമ്മാക്കി നിർവഹിച്ചു വരികയും ചെയ്തു. യാത്രാമധ്യേ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം താവളമടിച്ച എല്ലാ സ്ഥലങ്ങളെക്കുറിച്ചുമുള്ള പൂർണ്ണമായ വിശദാംശങ്ങൾ ലഭ്യമല്ല. അവയിൽ ചില സ്ഥലങ്ങളുടെ പേരുകൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അവസരം ലഭിച്ചാൽ ഇൻഷാ അല്ലാഹ് അവ പിന്നീട് വിവരിക്കുന്നതാണ്. ഹസരത്ത് മുആസ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിലായിരിക്കുമ്പോൾ അവിടുന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് സൂര്യൻ മധ്യസ്ഥാനത്ത് നിന്നും തെറ്റിയിരുന്നു. അതായത് ലോഹർ സമയം ആയിരുന്നു. അതിനാൽ അവിടുന്ന് ലോഹറും അസറും ഒരുമിച്ച് നമസ്കരിച്ചു. അഥവാ സൂര്യൻ തെറ്റുന്നതിന് മുമ്പ് യാത്ര പുറപ്പെട്ടാൽ അസർ സമയം എത്തുന്നത് വരെ ലോഹർ നമസ്കാരം പിന്തിക്കുമായിരുന്നു. മഗ്രിബിന്റെ കാര്യത്തിലും ഇതുപോലെ ചെയ്യുമായിരുന്നു. അവിടുന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് സൂര്യൻ അസ്തമിക്കുകയാണെങ്കിൽ മഗ്രിബും ഇശയും ഒരുമിച്ച് നമസ്കരിക്കുമായിരുന്നു. എന്നാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് യാത്ര പുറപ്പെട്ടാൽ ഇശാ സമയമാകുന്നതുവരെ യാത്ര തുടരുകയും മഗ്രിബ് പിന്തിച്ചുകൊണ്ട് ഇശയുമായി ചേർത്ത് നമസ്കരിക്കുകയും ചെയ്യുമായിരുന്നു. ഈ യാത്രയിൽ ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിന് ഇമാമത്ത് വഹിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചു എന്നും പരാമർശമുണ്ട്. അതിന്റെ സംഭവം ഇപ്രകാരമാണ്. ഹസ്രത്ത് മുഗീറ ബിൻ ശുഅബ വിവരിക്കുന്നു, അദ്ദേഹം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഗസ്വ തബൂക്കിൽ പങ്കെടുത്തു. സുബഹി നമസ്കാരത്തിന് മുമ്പായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാഥമിക കൃത്യങ്ങൾക്കായി പുറത്തേക്ക് പോയി. ഞാൻ ഒരു വെള്ളം നിറച്ച തുകൽ സഞ്ചി എടുത്ത് അവിടത്തോടൊപ്പം നടന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ അല്പം അകലെ മാറി നിന്നുകൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന തുകൽ സഞ്ചിയിൽ നിന്നും അവിടുത്തെ കൈകളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. അവിടുന്ന് തൻ്റെ ഇരു കൈകളും 3 തവണ കഴുകി. ഇവിടെ വുളൂവിൻ്റെ രീതിയാണ് വിവരിക്കുന്നത്. പിന്നീട് അവിടുന്ന് തിരുമുഖം നല്ലവണ്ണം കഴുകി. തുടർന്ന് അവിടുന്ന് തൻ്റെ കൈകൾ ജുബ്ബയുടെ കൈകൾക്കുള്ളിലൂടെ പുറത്തെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ കൈകൾ ഇടുങ്ങിയതായിരുന്നു. അതിനാൽ അവിടുന്ന് കൈകൾ ജുബ്ബയ്ക്ക് ഉള്ളിലൂടെ പുറത്തെടുത്ത് കൈമുട്ടുകൾ വരെ കഴുകി. ശേഷം അവിടുന്ന് സോക്സിന് മുകളിൽ തടവി കാലുറക്ക് മുകളിൽ മസാജ് ചെയ്തു.
അതായത് അപ്പോൾ സോക്സ് ധരിച്ചിരുന്നതിനാൽ അതിന് മുകളിൽ തടവി വൃത്തിയാക്കി. എന്നിട്ട് മുന്നോട്ടേക്ക് നടന്നു. മുഗീറ പറയുന്നു, ഞാനും തിരുനബിയോടൊപ്പം മുന്നോട്ട് നടന്നു. അവസാനം ഞങ്ങൾ ജനങ്ങളുടെ അടുത്തെത്തി. അവർ ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ ഇമാമാക്കി നിർത്തുകയും അദ്ദേഹം അവരെ നമസ്കരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. നമസ്കാരം തുടങ്ങിയിരുന്നു. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ 2/1 റക്കാത്ത് മാത്രം തിരുനബിക്ക് കിട്ടി. അതായത് ജനങ്ങൾ അപ്പോഴേക്കും ആദ്യ റക്കാത്ത് പൂർത്തിയാക്കിയിരുന്നു. അവിടുന്ന് 2ാമത്തെ റക്കാത്തിൽ അവർക്കൊപ്പം ചേർന്നു. ഹസരത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു സലാം വീട്ടിയ ശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നമസ്കാരം പൂർത്തിയാക്കാനായി എഴുന്നേറ്റപ്പോൾ അത് കണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പടർന്നു. അവർ ധാരാളമായി തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം പൂർത്തിയാക്കിയ ശേഷം ജനങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ശരിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് നന്നായി എന്ന് തിരുനബി പറയുകയുണ്ടായി. നമസ്കാരം തക്ക സമയത്ത് അതിൻ്റെ സമയത്ത് നിർവഹിച്ചത് കൊണ്ട് അവിടുന്ന് അവരെ പ്രശംസിക്കുകയാണ് ഉണ്ടായത്. സമൂദ് ഗോത്രത്തിന്റെ നഗരാവശിഷ്ടങ്ങളിലൂടെ കടന്നുപോയതിനെ കുറിച്ചുമുള്ള വിവരണങ്ങളുണ്ട്. ഹദരത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, തബൂക്ക് യുദ്ധയാത്ര വേളയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്ർ എന്ന സ്ഥലത്ത് തങ്ങിയപ്പോൾ അവിടുന്ന് അവരോട് അവിടുത്തെ കിണറിലെ വെള്ളം കുടിക്കുകയോ മറ്റുള്ളവർക്ക് കുടിക്കാൻ കൊടുക്കുകയോ ചെയ്യരുതെന്ന് നിർദ്ദേശിച്ചു. അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, ഞങ്ങൾ ആ വെള്ളം കൊണ്ട് ഇതിനകം ആട്ടമാവ് കുഴക്കുകയും ഞങ്ങളുടെ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കുഴച്ച മാവ് വലിച്ചെറിയാനും കൈവശമുള്ള വെള്ളം ഒഴിച്ചു കളയാനും നിർദ്ദേശിച്ചു. ഒരു നിവേദനത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കളയാൻ കൽപ്പിച്ചു എന്നും കാണാം. ഹദരത്ത് അബൂ ദർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, മറ്റൊരു റിപ്പോർട്ടിൽ ആ വെള്ളം കൊണ്ട് മാവ് കുഴച്ചവർ അവിടെയുള്ള വെള്ളം കൊണ്ട് കുഴച്ച മാവ് വലിച്ചെറിയാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു എന്ന് കാണാം. മറ്റൊരു നിവേദനത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, ആ കിണറ്റിലെ വെള്ളം കുടിക്കരുത്, അതുകൊണ്ട് വുളുവും എടുക്കരുത്. നിങ്ങൾ കുഴച്ച മാവ് ഒട്ടകങ്ങൾക്ക് തിന്നാൻ കൊടുക്കുക, നിങ്ങൾ അതിൽ നിന്ന് ഒരു കാരണവശാലും കഴിക്കാൻ ഇടവരരുത്. മറ്റൊരു നിവേദനം അനുസരിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദരത്ത് സ്വാലിഹിന്റെ ഒട്ടകം വെള്ളം കുടിക്കാൻ വന്നിരുന്ന കിണറ്റിൽ നിന്ന് മാത്രം നിങ്ങൾ വെള്ളം എടുക്കുക, അതായത് നിരോധിച്ച കിണറിൽ നിന്നും എടുക്കരുത്. പകരം സ്വാലി അലൈഹി ഇസ്ലാമിന്റെ ഒട്ടകം വെള്ളം കുടിച്ചിരുന്ന കിണറ്റിൽ നിന്ന് എടുക്കുക. ബുഖാരിയുടെ വ്യാഖ്യാതാവായ ഇബ്നു ഹജർ അസ്കലാനി പറയുന്നത്, ഹസ്രത്ത് സ്വാലി അലൈഹി ഇസ്ലാമിന്റെ ഒട്ടകത്തിന്റെ കിണറിനെ കുറിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അറിഞ്ഞത് അപ്പോൾ വഹി മുഖേന ആയിരിക്കാം. മറ്റൊരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്ർ വഴി കടന്നു പോയപ്പോൾ അവിടുന്ന് പറഞ്ഞു, അക്രമം ചെയ്തവരുടെ വാസസ്ഥലങ്ങളിൽ കരഞ്ഞുകൊണ്ടല്ലാതെ നിങ്ങൾ പ്രവേശിക്കരുത്, വിലപിച്ചുകൊണ്ട് വേണം അതിലൂടെ കടന്നു പോകാൻ. അള്ളാഹുവിനെ കുറിച്ചുള്ള കടുത്ത ഭയവും വിനയാവസ്ഥയും നിങ്ങളിൽ സംജാതമാകണം. ഇവിടെ വെച്ച് ശിക്ഷ ഇറങ്ങിയ സമൂഹങ്ങളുടെ വാസസ്ഥലങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അവർക്ക് വന്നു ഭവിച്ച ദുരിതം നിങ്ങൾക്കും ബാധിക്കാതിരിക്കാൻ നിങ്ങൾ ജാഗ്രത പാലിക്കുക. പിന്നീട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മേലങ്കി കൊണ്ട് മുഖം മറയ്ക്കുകയും സവാരിക്ക് മുകളിൽ ഇരിക്കുകയുമായിരുന്നു. ഒരു നിവേദനത്തിൽ അവിടുന്ന് തല മറക്കുകയും വേഗത്തിൽ യാത്ര ചെയ്യുകയും അപ്രകാരം താഴ്വാര കടന്നു പോവുകയും ചെയ്തു എന്നും കാണാം. ഹിജ്ർ എന്ന ഈ പ്രദേശം മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് പോകുന്ന വഴിക്കാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഹസ്രത്ത് സ്വാലിഹിന്റെ സമൂദ് ഗോത്രം താമസിച്ചിരുന്നത്. ഈ പ്രദേശം ഇന്ന് മദായിൻ സ്വാലിഹിന്റെ പട്ടണങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അള്ളാഹു ഈ ജനതയെ ധാരാളം അനുഗ്രഹങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ചു. ഹരിതാപമായ കൃഷിയിടങ്ങൾ, ഒഴുകുന്ന നീരുറവകൾ, വിശാലമായ കൃഷിയിടങ്ങൾ, ഈന്തപ്പനകളും മറ്റു ഫലങ്ങളുമുള്ള തോട്ടങ്ങൾ എന്നിവ അവർക്കുണ്ടായിരുന്നു. അവർക്ക് സമാനതകളില്ലാത്ത ശക്തിയും കഴിവും ഉണ്ടായിരുന്നു. അവർക്ക് വലിയ വലിയ കഴിവുകൾ ഉണ്ടായിരുന്നു. കഠിനാധ്വാനികളായിരുന്നു. അള്ളാഹു അവരെ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് ധാരാളമായി അനുഗ്രഹിച്ചിരുന്നു. പർവ്വതങ്ങളിൽ വീടുകൾ നിർമ്മിക്കാനുള്ള വൈദഗ്ധ്യം അവർക്കുണ്ടായിരുന്നു. ഹദരത്ത് സ്വാലിഹിന്റെ ഒട്ടകം അവർക്ക് ഒരു ദൃഷ്ടാന്തമായിരുന്നു. പക്ഷെ അവർ അതിൻ്റെ കുതിഞ്ഞരമ്പുകൾ മുറിച്ചു അതിനെ മുടന്താക്കി. അതിനെ തുടർന്ന് അള്ളാഹു അവരെ
ശിക്ഷിച്ച് നശിപ്പിക്കുകയുണ്ടായി. വിശുദ്ധ ഖുറാനിൽ ഈ സമൂഹത്തെ അസ്ഹാബുൽ ഹിജ്ർ, ഹിജ്റുകാർ എന്ന് വിളിക്കുന്നു. കൂടാതെ ഖുറാനിൽ അൽ ഹിജ്ർ എന്ന പേരിൽ ഒരു സൂറത്ത് അധ്യായവുമുണ്ട്. ഈ യാത്രയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം കാണാതായ സംഭവവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് അവിടുത്തെ കസ്വ എന്ന ഒട്ടകം കാണാതായി. സ്വഹാബികൾ അതിനെ തിരയാൻ തുടങ്ങി. ഹസരത്ത് അമ്മാറ ബിൻ ഹസം റളിയല്ലാഹു അൻഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത വ്യക്തിയും ബദരി സഹാബിയുമായിരുന്നു. ഹസരത്ത് അമ്മാറയുടെ കൂടാരത്തിൽ സെയ്ദ് ബിൻ സൽത്ത് എന്നൊരാളുണ്ടായിരുന്നു. ഇയാൾ ബനു കൈനുക എന്ന ജൂതഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു. പിന്നീട് മുസ്ലിം ആയെങ്കിലും നാമമാത്ര മുസ്ലിം ആയിരുന്നു. അയാളുടെ കപടവിശ്വാസം അയാൾ പ്രകടിപ്പിക്കുകയുമുണ്ടായി. അയാളുടെ വിശ്വാസം അത്ര ദൃഢമായിരുന്നില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഹദരത്ത് അമ്മാറ റളിയല്ലാഹു അൻഹു ഇരിക്കുമ്പോൾ സെയ്ദ് കൂടാരത്തിൽ ഇരിക്കുന്നവരോട് പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ നബിയാണെന്ന് വാദിക്കുന്നു. വാനലോക ദൃഷ്ടാന്തങ്ങൾ, വൃത്താന്തങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യുന്നു. എന്നിട്ടും ഇപ്പോഴെന്തേ സ്വന്തം ഒട്ടകം എവിടെ പോയെന്ന് അദ്ദേഹത്തിന് അറിയുന്നില്ല, പെണ്ണൊട്ടകത്തെക്കുറിച്ച് അറിയുന്നില്ല. സെയ്ദ് തൻ്റെ കൂടാരത്തിൽ ഇങ്ങനെ സംസാരം നടത്തുകയായിരുന്നു. അപ്പോൾ തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അടുത്തിരുന്ന ഹദരത്ത് അമ്മാറയോട് പറഞ്ഞു, ഒരാൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ നബിയാണെന്ന് നിങ്ങളോട് പറയുകയും വാനലോകത്തു നിന്നുള്ള വൃത്താന്തങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് സ്വന്തം ഒട്ടകം, പെണ്ണൊട്ടകം എവിടെയാണ് പോയതെന്ന് അദ്ദേഹത്തിന് വിവരമില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു, അള്ളാഹു ആണ്. അള്ളാഹു എനിക്ക് അറിവ് തന്നതല്ലാതെ എനിക്ക് അദൃശ്യജ്ഞാനം അറിയില്ല. അള്ളാഹു എനിക്ക് പറഞ്ഞു തരുന്നത് മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ. തീർച്ചയായും അള്ളാഹു എനിക്ക് ആ പെണ്ണൊട്ടകത്തെക്കുറിച്ച് അറിവ് തന്നിരിക്കുന്നു. അത് ഇന്ന മലയിടുക്കുകളിലുണ്ട്. ഒരു മലയിടുക്കിലേക്ക് അവിടുന്ന് കൈ ചൂണ്ടി. ആ കപടവിശ്വാസിയുടെ സംസാരം കേട്ട ഉടൻ അള്ളാഹു ആത്മരോഷം കാണിക്കുകയും അവിടത്തേക്ക് ആ സ്ഥലത്തെക്കുറിച്ച് കഷ്ഫ്, അതായത് വെളിപാട് വഴിയോ ഇൽഹാം അഥവാ ദിവ്യബോധനം വഴിയോ അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ കടിഞ്ഞാൺ ഒരു മരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതിനാൽ നിങ്ങൾ പോയി അതിനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെ സഹാബികൾ പോയി അതിനെ കൊണ്ടുവന്നു. ശേഷം ഹദരത്ത് അമ്മാറ റളിയല്ലാഹു അൻഹു തൻ്റെ കൂടാരത്തിലേക്ക് പോയി പറഞ്ഞു, അള്ളാഹു ആണ്, ഇന്ന് ഒരു അത്ഭുതകരമായ സംഭവം നടന്നിരിക്കുന്നു. അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ച ഒരു വ്യക്തിയുടെ സംസാരത്തെക്കുറിച്ച് അവിടുന്ന് ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞു തന്നു. ഹദരത്ത് അമ്മാറയുടെ കൂടാരത്തിലെ ഒരാൾ പറഞ്ഞു, അള്ളാഹു ആണ്, താങ്കൾ ഇപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെ താങ്കൾ വരുന്നതിന് മുമ്പ് സെയ്ദ് ഇവിടെ പറഞ്ഞിരുന്നു. ഇത് കേട്ടപ്പോൾ ഹദരത്ത് അമ്മാറ റളിയല്ലാഹു അൻഹു സെയ്ദിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ അടിയാറുകളെ, എൻ്റെ കൂടാരത്തിൽ ഒരു പാമ്പുണ്ടായിരുന്നു. അതിനെ പുറത്താക്കുന്നതിൽ ഞാൻ അശ്രദ്ധനായിരുന്നു. എന്നിട്ട് സെയ്ദിനെ നോക്കി അദ്ദേഹം പറഞ്ഞു, ഇനി മുതൽ എനിക്ക് നിന്നോട് യാതൊരു ബന്ധവുമില്ല. ചില ആളുകൾ സെയ്ദ് പിന്നീട് തൗബ ചെയ്തു എന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചിലർ അയാൾ അതുപോലെ ഫിത്നകളിൽ തുടരുകയും അതേ അവസ്ഥയിൽ മരിക്കുകയും ചെയ്തു എന്നും വിശ്വസിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒട്ടകത്തെ കണ്ടെത്തുകയും അങ്ങനെ കണ്ടെത്തി കൊണ്ടുവരികയും ചെയ്ത സഹാബി ഹാരിസ് ബിൻ ഖസ്മ ആയിരുന്നു. ഈ യാത്രയിൽ യാത്രാ വിഭവം അഥവാ റേഷൻ കുറഞ്ഞ സംഭവവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ വിവരണം ഇപ്രകാരമാണ്. ഹദരത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, തബൂക്ക് യുദ്ധ നീക്കത്തിൽ ആളുകൾക്ക് കഠിനമായ വിശപ്പ് അനുഭവപ്പെട്ടു. അവർ പറഞ്ഞു, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾ വെള്ളം കൊണ്ടുവരുന്ന ഒട്ടകങ്ങളെ അറുത്ത് തിന്നുകയും കൊഴുപ്പ് ഉപയോഗിക്കുകയും ചെയ്യാം. അവിടുന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്തു കൊള്ളുക. വിശപ്പ് കാരണം അവസ്ഥ വളരെ മോശമായിരുന്നു. നിവേദകൻ പറയുന്നു, ഇതറിഞ്ഞപ്പോൾ ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു വന്ന് അപേക്ഷിച്ചു, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് അങ്ങനെ ചെയ്താൽ സവാരികൾ കുറഞ്ഞു പോകും. അതിനാൽ ആളുകളോട് അവരുടെ ആവശ്യമുള്ള ബാക്കിയുള്ള പാഥേയം കൊണ്ടുവരാൻ കൽപ്പിക്കുക. എന്നിട്ട് അതിൽ ബർക്കത്തിന് വേണ്ടി അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. അള്ളാഹു അതിൽ ബർക്കത്ത് ചൊരിഞ്ഞേക്കാം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അത് ശരിയാണ്, നല്ല ആശയമാണ്. നിവേദകൻ പറയുന്നു, അവിടുന്ന് ഒരു തുകൽ വിരിപ്പ് വരുത്തി വിരിച്ചു. എന്നിട്ട് എല്ലാവരുടെയും ബാക്കിയുള്ള പാഥേയം അഥവാ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ചിലർ ഒരു കൈക്കുമ്പിൾ ചോളം കൊണ്ടുവന്നപ്പോൾ, മറ്റു ചിലർ ഒരു പിടി ഈത്തപ്പഴം കൊണ്ടുവന്നപ്പോൾ, ചിലർ
റൊട്ടി കഷ്ണങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ ആ വിരിപ്പിൽ അല്പം അല്പം സാധനങ്ങൾ കുമിഞ്ഞുകൂടി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി നിങ്ങളുടെ പാത്രങ്ങളിൽ ആവശ്യം പോലെ എടുത്തുകൊള്ളുക. അവർ പാത്രങ്ങളിൽ ആവശ്യത്തിന് എടുത്തു. അങ്ങനെ സൈന്യത്തിലെ ഒരു പാത്രം പോലും നിറക്കാത്തതായി ബാക്കിയായില്ല. എന്നിട്ട് അതിൽ നിന്ന് എല്ലാവരും വയറ് നിറയെ കഴിച്ചു. കുറച്ച് ബാക്കിയാകുകയും ചെയ്തു. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്നും ഞാൻ അള്ളാഹുവിന്റെ ദൂതനും ദാസനുമാണെന്നും സാക്ഷ്യം വഹിക്കുന്നു. യാതൊരു സംശയവുമില്ലാതെ ഈ രണ്ട് സാക്ഷ്യങ്ങളോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിക്കും സ്വർഗം നിഷേധിക്കപ്പെടുകയില്ല. ഈ യാത്രയിൽ വിവിധ സംഭവങ്ങളെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അരങ്ങേറ സംഭവങ്ങളെ കുറിച്ച് പരാമർശമുണ്ട്. രണ്ടുപേർ തമ്മിലുണ്ടായ വഴക്കിന്റെ സംഭവം അതിലൊന്നാണ്. ഹദരത്ത് യഅല ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഗസ്വ തബൂക്കിൽ പങ്കെടുത്തു. എനിക്കൊരു ഭൃത്യനുണ്ടായിരുന്നു. അവൻ മറ്റൊരാളുമായി വഴക്കിട്ടു. അവരൊരാൾ മറ്റൊരാളുടെ കയ്യിൽ കടിച്ചു. കടി കൊണ്ടായാൽ തൻ്റെ കൈ കടിക്കുന്നവന്റെ വായിൽ നിന്ന് കൈ വലിച്ചെടുത്തു. അപ്പോൾ കടിക്കുന്നവന്റെ മുൻനിര പല്ലിൽ ഒന്ന് ഇളകിപ്പോയി. വലിച്ചെടുക്കാൻ കഴിയാത്ത വിധം അയാൾ കഠിനമായി പിടിച്ചിരുന്നു. വലിച്ചപ്പോൾ കടിക്കുന്നവന്റെ പല്ല് ഇളകിപ്പോയി. എന്തായാലും അവർ രണ്ടുപേരും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷ ഹാജരായി. പല്ല് നഷ്ടപ്പെട്ട അയാൾ അതിന് പകരം നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഇവൻ എൻ്റെ പല്ല് പൊട്ടിച്ചു, ഇതിന് എനിക്ക് ദിയത്ത് അഥവാ നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അപേക്ഷ തള്ളിക്കൊണ്ട് പറഞ്ഞു, അത് തികച്ചും ശരിയല്ല. കാരണം അയാൾ നഷ്ടപരിഹാരത്തിന് അർഹനല്ല. അവിടുന്ന് ചോദിച്ചു, അവൻ പിന്നെ താങ്കളുടെ വായിൽ തൻ്റെ കൈ ചവച്ചരക്കാൻ വേണ്ടി വിട്ടുകൊടുക്കണമായിരുന്നോ? ഒട്ടകത്തിന്റെ വായിൽ ചവച്ചരക്കാൻ കൈ കൊടുത്തതുപോലെയാണോ അത്? അതായത് കൈ കടിച്ചപ്പോൾ കൈ രക്ഷിക്കാനായി വലിച്ചെടുത്തതാണ്. അങ്ങനെയാണ് പല്ല് പോയത്. അത് സ്വയം രക്ഷയുടെ ഭാഗമായിരുന്നു. അതിനാൽ ദിയത്ത് നൽകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ദിയത്തിനെ കുറിച്ചുള്ള വിധി യാഥാർത്ഥ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ചാണ് നൽകേണ്ടത്. യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കാതെ വെറുതെ ദിയത്ത് നൽകേണ്ടി വരില്ല. ഈ യാത്രയിലെ പല സംഭവങ്ങളും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണം ഹസ്രത്ത് ഹുമൈദ് സായിദി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഗസ്വ തബൂക്കിലെ യാത്രാമധ്യേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാദി ഖുറായിൽ എത്തിയപ്പോൾ അവിടെ ഒരു ഈത്തപ്പഴത്തോട്ടം കണ്ടു. നബി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ആരാഞ്ഞു, ഇതിൽ എത്ര ഈത്തപ്പഴം ഉണ്ടാകും എന്ന് ഏകദേശം കണക്കാക്കുക. എല്ലാവരും തങ്ങളുടെ കണക്ക് അനുസരിച്ച് അനുമാനിച്ചു. നബി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വസ്ക് അതായത് ഏകദേശം 1800 കിലോഗ്രാം ഉണ്ടാകുമെന്ന് അനുമാനിച്ചു. അത്രയും ഈത്തപ്പഴം അതിൽ നിന്ന് വിളവുണ്ടാകുമെന്നായിരുന്നു അവിടുത്തെ കണക്ക്. തോട്ടത്തിന്റെ ഉടമസ്ഥയായ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളോട് പറഞ്ഞു, നിങ്ങൾ തോട്ടത്തിലെ ഫലം ഇറക്കുമ്പോൾ അതിന്റെ ഭാരം ഓർത്ത് വെക്കണം, എത്രയായിരുന്നു എന്ന്. നിവേദകൻ പറയുന്നു, തബൂക്കിൽ നിന്ന് മടങ്ങുമ്പോൾ ഞങ്ങൾ അതേ തോട്ടത്തിനടുത്തെത്തി. അപ്പോൾ ഞങ്ങൾ ആ സ്ത്രീയോട് എത്ര ഫലം ലഭിച്ചു എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കണക്കാക്കിയ അതേ അളവായിരുന്നു, അതായത് 10 വസ്ക്. ഈ നിവേദകൻ തന്നെ പറയുന്നു, ഞങ്ങൾ തബൂക്കിൽ എത്തിയപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, ജാഗ്രത പാലിക്കുക. ഇന്ന് രാത്രി ശക്തമായ കാറ്റുണ്ടാകും. ആരും എഴുന്നേറ്റ് നിൽക്കരുത്. ഒട്ടകമുള്ളവർ അതിന്റെ കാൽമുട്ടുകൾ കെട്ടണം. ആർക്കെങ്കിലും ആവശ്യത്തിന് പുറത്തു പോകേണ്ടി വന്നാൽ തന്നെ തനിച്ചു പോകരുത്, രണ്ടുപേർ ഒരുമിച്ച് പോകണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുങ്കാറ്റിന്റെ വരവ് മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അള്ളാഹു അവിടത്തേക്ക് അറിയിച്ചു കൊടുത്തതുമാവാം. സഹാബികൾ പറയുന്നു, ഞങ്ങൾ തിരുവചനം അനുസരിച്ച് ഒട്ടകങ്ങളെ ബന്ധിച്ചു. അന്ന് രാത്രി അതിശക്തമായ കൊടുങ്കാറ്റുണ്ടായി. എഴുന്നേറ്റ് നിന്ന് ഒരാളെ കാറ്റ് തയ്യ് ഗോത്രത്തിന്റെ പർവ്വതങ്ങളിൽ കൊണ്ടിടുകയും ചെയ്തു. മറ്റൊരു നിവേദനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, ബനു സായിദ ഗോത്രത്തിലെ 2 പേർ ഈ നിർദ്ദേശം പാലിച്ചില്ല. ഒരാൾ ഒറ്റയ്ക്ക് പ്രാഥമിക കൃത്യങ്ങൾക്കായി പുറപ്പെട്ടു. മറ്റൊരാൾ ഒട്ടകത്തെ തേടി ഒറ്റയ്ക്ക് പോയി. പ്രാഥമിക കൃത്യങ്ങൾക്കായി പോയവന് മാരകമായ തൊണ്ടരോഗം വന്നു. ഖന്നാഖ് എന്ന രോഗം ബാധിച്ചു. ഒട്ടകത്തെ തേടി പോയവനെ അതിശക്തമായ കാറ്റ്
പറത്തിക്കൊണ്ടുപോയി തയ്യയുടെ 2 പർവ്വതങ്ങൾക്കിടയിൽ ഇട്ടു. ഈ വിവരം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാനിടയായപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഒരാളെയും കൂടാതെ ഒറ്റക്ക് പുറത്തു പോകരുതെന്ന് ഞാൻ വിലക്കിയിരുന്നില്ലേ? രോഗം ബാധിച്ചവന് വേണ്ടി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചപ്പോൾ ആ രോഗം പ്രാപിച്ചവരെല്ലാം സുഖം പ്രാപിച്ചു. തയ്യയുടെ പർവ്വതങ്ങളിൽ വീണവരെ പിന്നീട് തയ്യ് ഗോത്രക്കാർ തന്നെ മദീനയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം ഹാജരാക്കി. ഒരു നിവേദനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: കാറ്റിന് ശേഷം ആളുകൾക്ക് രാവിലെ നോക്കുമ്പോൾ വെള്ളം ഇല്ലാതെയായി, ജലക്ഷാമം ഉണ്ടായി. അവർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപേക്ഷിച്ചു. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അള്ളാഹു ഒരു മേഘത്തെ അയക്കുകയും അത് അവർക്ക് വേണ്ടി ധാരാളമായി വർഷിക്കുകയും ചെയ്തു. അങ്ങനെ അവർ തങ്ങളുടെ തുകൽ പാത്രങ്ങൾ നിറയ്ക്കുകയും ആവശ്യങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ഫലമായി തബൂക്ക് യാത്രയിൽ അത്ഭുതകരമായി മഴ ലഭിച്ച മറ്റൊരു സംഭവം ഇപ്രകാരം കാണാം. ഹദ്രത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഹദ്രത്ത് ഉമർ ബിൻ ഖത്താബിനോട് ഇപ്രകാരം പറയപ്പെട്ടു, താങ്കൾ തബൂക്ക് യുദ്ധത്തെക്കുറിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരിക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ കഠിനമായ ചൂടുകാലത്താണ് തബൂക്കിലേക്ക് യാത്ര പുറപ്പെട്ടത്. ഞങ്ങൾ ഒരിടത്ത് താവളമടിച്ചു. ഞങ്ങൾക്ക് ദാഹം അനുഭവപ്പെട്ടു. കഴുത്ത് അറ്റുപോകുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി. ഒരാൾ വെള്ളം തേടി പോയിട്ട് തിരിച്ചു വരാതിരുന്നാൽ അവൻ അവിടെ മരിച്ചു പോയിരിക്കാം എന്ന് പോലും ഞങ്ങൾ ഊഹിക്കുമായിരുന്നു. ഒരാൾ തൻ്റെ ഒട്ടകത്തെ ബലി നൽകുകയും അതിൻ്റെ വയറ്റിൽ നിന്ന് വെള്ളം പിഴിഞ്ഞു കുടിക്കുകയും ബാക്കിയുള്ള ഭാഗം വയറ്റിൽ തന്നെ വെക്കുകയും ചെയ്യുമായിരുന്നു. ഇവിടെ വയറ്റിൽ സൂക്ഷിക്കുന്നു എന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് വെള്ളം സൂക്ഷിക്കാനുള്ള സ്ഥലത്ത്, അതായത് പാത്രങ്ങളിൽ, കണ്ടെയ്നറിൽ സൂക്ഷിക്കും എന്നായിരുന്നു. കണ്ടെയ്നറിൽ വെക്കുമായിരുന്നു. ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപേക്ഷിച്ചു, യാ റസൂൽ അല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ പ്രാർത്ഥനയിൽ അള്ളാഹു നന്മ വെച്ചിട്ടുണ്ട്. അതിനാൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, അതെ. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 2 കൈകളും ഉയർത്തി അവിടുത്തെ കൈകൾ താഴുന്നതിന് മുമ്പ് തന്നെ കാർമേഘം തണൽ വിരിക്കുകയും മഴ പെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ആളുകൾ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന എല്ലാ പാത്രങ്ങളും വെള്ളം കൊണ്ട് നിറച്ചു. പിന്നീട് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ആ സൈന്യത്തിൽ നിന്നും മുന്നോട്ട് ഒരിടത്തും മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തബൂക്കിലെ നീരുറവയിൽ വെള്ളം വർദ്ധിച്ച അത്ഭുതവും പരാമർശിക്കപ്പെടുന്നുണ്ട്. ഹദരത്ത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തബൂക്ക് യുദ്ധം നടന്ന വർഷം പുറപ്പെട്ടു. അവിടുന്ന് നമസ്കാരങ്ങൾ ജമ്മാക്കിയിരുന്നു. ളുഹറും അസറും മഗ്രിബും ഇശയും ഒരുമിച്ച് നിർവഹിച്ചിരുന്നു. ഒരു ദിവസം അവിടുന്ന് നമസ്കാരം അല്പം വൈകിപ്പിച്ചു. അവിടുന്ന് പുറത്തു വന്ന് ളുഹറും അസറും ഒരുമിച്ച് ചേർത്ത് നമസ്കരിച്ചു. പിന്നീട് അകത്തേക്ക് പോയി. ശേഷം പുറത്തു വന്ന് മഗ്രിബും ഇശയും ഒരുമിച്ച് ചേർത്ത് നമസ്കരിച്ചു. എന്നിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ തബൂക്കിലെ നീരുറവയുടെ അടുത്തെത്തും. നല്ലപോലെ പകൽ വെളിച്ചമാകാതെ നിങ്ങൾ അവിടെ എത്തുന്നതല്ല. അതിനാൽ നിങ്ങളിൽ ആരെങ്കിലും അതിൻ്റെ അടുത്തെത്തിയാൽ ഞാൻ വരുന്നത് വരെ അവിടെയുള്ള വെള്ളം തൊടരുത്. അവിടെ ഒരു നീരുറവയുണ്ടായിരുന്നു. ഞാൻ വരുന്നത് വരെ ആ വെള്ളം എടുക്കരുതെന്ന് അവിടുന്ന് കൽപ്പിച്ചു. നിവേദകൻ പറയുന്നു, അങ്ങനെ ഞങ്ങൾ ആ നീരുറവയുടെ അടുത്തെത്തി. പക്ഷെ 2 പേർ ഞങ്ങൾക്ക് മുമ്പേ അവിടെ എത്തിയിരുന്നു. നീരുറവയിൽ അല്പാൽപ്പം വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. നിവേദകൻ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ 2 പേരോടും ചോദിച്ചു, നിങ്ങൾ ഇതിലെ വെള്ളം സ്പർശിച്ചോ? അവർ പറഞ്ഞു, അതെ. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അള്ളാഹു ഉദ്ദേശിച്ച വിധം വഴക്ക് പറഞ്ഞു, മുന്നറിയിപ്പ് നൽകി. നിവേദകന് പറയുന്നു, ശേഷം ആളുകൾ കൈകൾ കൊണ്ട് കുറേശ്ശെ വെള്ളമെടുത്ത് ഒരു പാത്രത്തിൽ ശേഖരിച്ചു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 2 കരങ്ങളും മുഖവും ആ വെള്ളത്തിൽ കഴുകി. എന്നിട്ട് ആ വെള്ളം നീരുറവയിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചു. അപ്പോൾ ആ നീരുറവ അതിവേഗം ഒഴുകാൻ തുടങ്ങി. എല്ലാവർക്കും മതിയാവോളം കുടിക്കാൻ വെള്ളം ലഭിച്ചു. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് മുആദ് റളിയല്ലാഹു അൻഹുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, മുആദ്, താങ്കൾക്ക് ദീർഘായുസ് ലഭിക്കുകയാണെങ്കിൽ ഈ സ്ഥലം തോട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞതായി കാണും. മുഹമ്മദ് ബിൻ അബ്ദുൽ ബാക്കി സർഖാനി ഈ ഹദീസ് വ്യാഖ്യാനം ചെയ്തുകൊണ്ട് പറയുന്നു, ഇത് അദൃശ്യജ്ഞാനത്തെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു. അത് പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. ഹദരത്ത് മുആദിനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം
പ്രത്യേകം എടുത്തു പറഞ്ഞതിലും ഒരു അദൃശ്യ വാർത്ത ഉണ്ടായിരുന്നു. കാരണം ദൈവ നിർണയം അനുസരിച്ച് പിന്നീട് ഹദരത്ത് മുആദ് ആ പ്രദേശത്തേക്ക്, അതായത് സിറിയയിലേക്ക് തന്നെ വരികയും അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു. ഹദരത്ത് മുആദ് ഈ സ്ഥലം കാണുമെന്നും ആ താഴ്വാര മരങ്ങളും തോട്ടങ്ങളും നിറഞ്ഞ ഒരു പ്രദേശമായി മാറുമെന്നും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി വഴി അറിവ് ലഭിച്ചതായിരിക്കാം. ഇബ്നു വസ്സ, അതായത് അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ വസ്സ, അദ്ദേഹം ഹിജ്റ 199 മുതൽ 287 വരെ ജീവിച്ച സ്പെയിനിലെ മുഹദ്ദിസ്, അന്തലൂസിലുള്ള മുഹദ്ദിസ് ആണ്, ഹദീസ് പണ്ഡിതനാണ്. പറയുന്നു, ഞാൻ ആ നീരുറവയുടെ ചുറ്റുപാടുമുള്ള എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട്. മരങ്ങളുടെ പച്ചപ്പും സമൃദ്ധിയും എത്ര അധികമായിരുന്നു എന്നാൽ ആ അവസ്ഥ അന്ത്യനാൾ വരെ തുടരുമെന്ന് തോന്നുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനവും അങ്ങനെയായിരുന്നു. അറ്റ്ലസ് സീറത്തെ നബവിയിൽ തബൂക്കിലെ ഈ നിരവധിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തബൂക്കിലെ ശരിയത്ത് വകുപ്പ് തലവനായിരുന്നു ഷെയ്ഖ് സാലി. അദ്ദേഹം പറയുന്നു, ഈ നീരുറവ ഏകദേശം 1375 വർഷത്തോളം തുടർച്ചയായി ഉറവ പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് താഴ്ന്ന പ്രദേശങ്ങളിൽ കുഴൽ കിണറുകൾ ഒഴിച്ചപ്പോൾ ഈ നിറവയിലെ വെള്ളം ആ ട്യൂബ് വെല്ലുകളിലേക്ക് വഴിതിരിച്ചപ്പെട്ടു. ഏകദേശം 25 ട്യൂബ് വെല്ലുകളിലുള്ള വിഭജിച്ച ശേഷം ഇപ്പോൾ ഈ നിറവ വറ്റിപ്പോയിരിക്കുന്നു. അതിനുശേഷം ഷെയ്ഖ് സാലി ഞങ്ങളെ ഒരു കുഴൽ കിണറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ അവിടെ കണ്ടത് 4 ഇഞ്ച് വ്യാസമുള്ള പൈപ്പ് വെച്ചിട്ടുണ്ട്. യാതൊരു യന്ത്രങ്ങളുടെയും സഹായമില്ലാതെ അതിലൂടെ വെള്ളം ശക്തിയായി പുറത്തേക്ക് വരുന്നു. മറ്റു കുഴൽ കിണറുകളുടെയും സ്ഥിതി ഇത് തന്നെയാണെന്ന് ഞങ്ങളോട് പറഞ്ഞു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോചിതത്തിന്റെ ബർക്കത്തായിരുന്നു അത്. ഇന്ന് തബൂക്കിൽ ഇത്രയധികം വെള്ളമുള്ളത് അതുകൊണ്ടാണ്. മദീനയിലും ഖൈബറിലുമല്ലാതെ ഇത്രയധികം വെള്ളം ഞങ്ങൾ മറ്റെവിടെയും കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ തബൂക്കിലെ വെള്ളം ഈ 2 സ്ഥലങ്ങളെക്കാളും കൂടുതലാണ്. ഈ വെള്ളം ഉപയോഗിച്ച് ഇപ്പോൾ തബൂക്കിൽ എല്ലായിടത്തും തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം പോലെ തബൂക്ക് പ്രദേശം തോട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഓരോ ദിവസവും അത് വർദ്ധിച്ചു വരികയുമാണ്. ഖസ്വ തബൂക്കിൽ പാറാവു ചുമതലയെക്കുറിച്ച് ഇപ്രകാരം രേഖപ്പെട്ടിട്ടുണ്ട്. ഖസ്വ തബൂക്കിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് അബ്ബാദ് ബിൻ ബിഷ്റിനെ പ്രത്യേക സെക്യൂരിറ്റി ഡ്യൂട്ടിക്കായി നിയമിച്ചു. അദ്ദേഹം തന്റെ കൂട്ടുകാരോടൊപ്പം സൈന്യത്തിന് ചുറ്റും റോന്തു ചുറ്റുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഉണർത്തുകയുണ്ടായി. യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നേരം വെളുക്കുന്നവരെ ഞങ്ങൾ ഞങ്ങളുടെ പിന്നിൽ നിന്ന് തക്ബീർ ധ്വനി മുഴങ്ങി കേൾക്കുകയുണ്ടായി. ഞങ്ങളിൽ മറ്റാരോടെങ്കിലും കാവലിനായി ചുറ്റിക്കറങ്ങാൻ അങ്ങ് കൽപ്പിച്ചിരുന്നോ? അവിടുന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും കൽപ്പിച്ചിട്ടില്ല. ഒരുപക്ഷേ ചില മുസ്ലിങ്ങൾ സ്വമേധയാ ഈ ജോലി ചെയ്യുന്നതാകാം. അപ്പോൾ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടാതിരുന്ന പ്രവാചക സ്നേഹം കാരണം സ്വയം ഈ ജോലി ചെയ്തിരുന്ന ഹദരത്ത് സിൽഖാൻ ബിൻ സലാമ റളിയല്ലാഹു വന്ന് ബോധിപ്പിച്ചു, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എൻ്റെ 10 പടയാളികളായി മുസ്ലിങ്ങളോടൊപ്പം പുറപ്പെട്ട് ഡ്യൂട്ടിയിലുള്ളവർക്ക് സംരക്ഷണം നൽകുകയായിരുന്നു. അപ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹു ദൈവമാർഗത്തിൽ കാവൽ നിൽക്കുന്നവരോട് കരുണ കാണിക്കട്ടെ. നിങ്ങൾ സംരക്ഷണം നൽകിയ ഓരോ മനുഷ്യജീവനും ഓരോ മൃഗത്തിനും പകരമായി നിങ്ങൾക്ക് ഓരോ കീറാത്ത് പ്രതിഫലം ലഭിക്കുന്നതാണ്. ഒരു കീറാത്ത് ഏകദേശം 2 ഗ്രാം സ്വർണ്ണത്തൂക്കമാണ്. ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, തബൂക്ക് യാത്രയിൽ ഓരോ താവളത്തിലും ചില ആളുകൾ പിന്നോട്ട് പോകുമായിരുന്നു. സഹാബികൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നയാൾ പിന്നോട്ട് പോയി. അവിടുന്ന് പ്രതിവചിക്കുമായിരുന്നു, നിങ്ങൾ അവനെ വിട്ടേക്കുക. അവനിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അള്ളാഹു അവനെ നിങ്ങളോടൊപ്പം തിരിച്ചയക്കുന്നതായിരിക്കും. ഇനി അതല്ലാതെ മറ്റെന്തെങ്കിലുമാണ് അവനിലുള്ളതെങ്കിൽ അള്ളാഹു അവനിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നൽകുന്നതുമാണ്. ഇതിനിടയിൽ ആരോ പറഞ്ഞു, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദരത്ത് അബൂ ദർ റളിയല്ലാഹു അൻഹു പിന്നിലായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന് മടി പിടിച്ചുപോയി. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ അവനെ വിട്ടേക്കുക. അവനിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അള്ളാഹു അവനെ നിങ്ങളോടൊപ്പം ചേർക്കുന്നതാണ്. ഇനി അതല്ലാതെ മറ്റെന്തെങ്കിലുമാണ് അവനിലുള്ളതെങ്കിൽ അള്ളാഹു അവനിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നൽകുന്നതുമാണ്. ഹദരത്ത് അബൂ ദർറിന്റെ റളിയല്ലാഹു അൻഹു ഒട്ടകം അദ്ദേഹത്തെ വല്ലാതെ ബുദ്ധിമുട്ടുകയും
തീർത്തും മടി പിടിച്ചു പോവുകയും ചെയ്തിരുന്നു. ഒട്ടകം തീർത്തും മടി പിടിച്ച് ദുർബലമായപ്പോൾ അദ്ദേഹം അതിൽ നിന്നിറങ്ങി തന്റെ സാധനങ്ങൾ പുറത്ത് ചുമന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ കാൽനടയായി യാത്ര തുടർന്നു. കുറച്ച് വഴിയമ്പലങ്ങൾ പിന്നിട്ട ശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിടത്ത് തമ്പടിച്ചു. അപ്പോൾ മുസ്ലിങ്ങളിൽ ഒരാൾ നോക്കിയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വഴിയിൽ ഒരാൾ ഒറ്റയ്ക്ക് നടന്നു വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, കുൻ അബാദർ, ഹാ അബൂദർ ആയിരുന്നെങ്കിൽ. പിന്നീട് ആളുകൾ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു ആണ്, അത് അബൂദർ തന്നെയാണ്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അള്ളാഹു അബൂദറിനോട് കരുണ കാണിക്കട്ടെ, അദ്ദേഹം ഒറ്റയ്ക്ക് നടന്നു, ഒറ്റയ്ക്ക് തന്നെ മരിക്കുകയും ഒറ്റയ്ക്ക് തന്നെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് അബൂ സർ റളിയല്ലാഹു അൻഹു തനിച്ചാകുന്നതിനെ കുറിച്ച് പറഞ്ഞത് ഹദരത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ പ്രത്യക്ഷരം പുലരുകയുണ്ടായി. അന്ന് അദ്ദേഹം കുടുംബസമേതം മദീനയുടെ പുറത്തുള്ള റബദയിൽ താമസമാക്കി. മദീനയിൽ നിന്ന് 3 ദിവസത്തെ യാത്രാ ദൂരത്തിൽ ഏകദേശം 96 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് റബ്ദ. അന്ന് അവിടെ മറ്റൊരു വാസസ്ഥലവും ഉണ്ടായിരുന്നില്ല. അത് അദ്ദേഹത്തോടൊപ്പം ഭാര്യയും മക്കളും ഒരു അടിമയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ മരണ സമയം അടുത്തപ്പോൾ ഭാര്യ ഏകാന്തത കാരണം വളരെ പരിഭ്രമിച്ചു. കഫൻ ചെയ്യാനുള്ള തുണി പോലും ലഭ്യമായിരുന്നില്ല. അത് കണ്ട് അവർ കരയാൻ തുടങ്ങി. അപ്പോൾ ഹദരത്ത് അബൂ സർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, കരയരുത്, നിങ്ങളിൽ ഒരാൾ ഈ മരുഭൂമിയിൽ വെച്ച് മരിക്കുമെന്നും അദ്ദേഹത്തിന്റെ ജനാദ നമസ്കാരത്തിൽ ഒരു കൂട്ടം സത്യവിശ്വാസികൾ പങ്കെടുക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം തന്റെ ഭാര്യയോട് വിശദീകരിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഇപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് ആരും മരിച്ചിട്ടുമില്ല. ഇനിയുള്ളത് ഞാൻ മാത്രമാണ്. നീ പരിഭ്രമിക്കേണ്ട. ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് കുളിപ്പിച്ച് മദീനയിലേക്കുള്ള വഴിയിൽ വെക്കുക. അവർ അങ്ങനെ തന്നെ ചെയ്യുകയുണ്ടായി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഹദരത്ത് അബ്ദുല്ല ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരോടൊപ്പം അതുവഴി കടന്നു പോകുകയായിരുന്നു. അദ്ദേഹം ഇറാഖിൽ നിന്ന് ഉംറക്ക് പോകുകയായിരുന്നു. ഇത് ഹദരത്ത് അബൂ ദറിന്റെ റളിയല്ലാഹു അൻഹു ജനാസയാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അബൂ സർ ഒറ്റയ്ക്ക് നടന്നു, ഒറ്റയ്ക്ക് മരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സത്യമായിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം തൻ്റെ കൂട്ടുകാരോടൊപ്പം ജനാസ നമസ്കരിക്കുകയും അദ്ദേഹത്തെ അവിടെ തന്നെ മാറമാടുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം തൻ്റെ കൂട്ടുകാരുടെ തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് ഹദരത്ത് അബൂ സറിനെ കുറിച്ചുള്ള മുഴുവൻ സംഭവവും വിവരിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് എങ്ങനെ പൂർത്തിയായി എന്ന് പറയുകയും ചെയ്തു. ഗസ്വ തബൂക്കിന് ദിവസങ്ങൾക്ക് മുമ്പ് മദീനയിൽ വന്ന് മുസ്ലിമായ ഹദരത്ത് വാസില ബിൻ അസ്ഖാർ റളിയല്ലാഹു അൻഹു സൈന്യത്തിൽ ചേർന്ന സംഭവം ഉണ്ടായി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിനായുള്ള ഒരുക്കം പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം മദീനയിൽ ഉണ്ടായിരുന്നു. ഹദരത്ത് വാസില ബിൻ അസ്ഖാർ റളിയല്ലാഹു അൻഹു നിവേദനം, തബൂക്ക് യുദ്ധത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളംബരപ്പെടുത്തി ആഹ്വാനം ചെയ്തു. ഞാൻ എൻ്റെ വീട്ടിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും അവിടുത്തെ സാബികൾ പുറപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ നഗരത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി, ഒരാളെ തന്നോടൊപ്പം സവാരിക്ക് കൂട്ടുകയും അതിനു പകരമായി യുദ്ധം മുതലിന്റെ ഓഹരി ലഭിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു വൃദ്ധനായ അൻസാരി പറഞ്ഞു, ശരി, ആ ഓഹരി എടുക്കാൻ ഞാൻ തയ്യാറാണ്. നിന്നെ ഞങ്ങളുടെ കൂടെ സവാരിക്ക് കൂട്ടുകയും ഞങ്ങളോടൊപ്പം കഴിപ്പിക്കുകയും ചെയ്യാം. ഞാൻ പറഞ്ഞു, ശരി, ഈ വ്യവസ്ഥ എനിക്ക് സമ്മതമാണ്. ഞാനാണ് ആ ആൾ. വൃദ്ധൻ പറഞ്ഞു, എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ വിശ്വാസം അർപ്പിച്ച് യാത്ര തുടങ്ങുക. അവസാനം അള്ളാഹു ഞങ്ങൾക്ക് യുദ്ധം മുതൽ നൽകി. എൻ്റെ ഓഹരിയായി കുറച്ച് വേഗതയുള്ള ഒട്ടകങ്ങൾ ലഭിച്ചു. ഞാൻ അവയെ തെളിച്ച് എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം പുറത്തു വന്ന് തൻ്റെ ഒട്ടകത്തിന്റെ പുറത്തു വശത്തിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇവയെ എന്നിൽ നിന്ന് പുറംതിരിച്ചോടിക്കുക. പിന്നെ പറഞ്ഞു, ഇവയെ എൻ്റെ നേരെ തിരിച്ചോടിക്കുക. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ ഒട്ടകങ്ങൾ വളരെ മികച്ചതാണ്. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ വ്യവസ്ഥ വെച്ച പ്രകാരമുള്ള താങ്കളുടെ സ്വത്താണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സഹോദരപുത്ര, ഇത് നിനക്കുള്ളതാണ്, നിന്റെ ഓഹരിയാണ്, നീ തന്നെ വെച്ചോളുക. എൻ്റെ ഉദ്ദേശം ഈ ഓഹരി നേടുകയായിരുന്നില്ല.
എന്തായാലും ഇക്കാരണത്താൽ അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഘത്തിൽ നിന്ന് പിന്തിച്ചു നിന്ന സഹാബികൾ ഒരാളായിരുന്നു ഹദരത്ത് അബൂ ഖൈസമ റളിയല്ലാഹു അൻഹു. ഈ ദിവസങ്ങളിൽ അദ്ദേഹം മദീനയിൽ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്ക് യാത്ര പുറപ്പെട്ട ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു കഠിനമായ ചൂടുള്ള ദിവസം വീട്ടിലെത്തി. അദ്ദേഹം കണ്ടു അദ്ദേഹത്തിന്റെ 2 ഭാര്യമാരും തോട്ടത്തിലെ തങ്ങളുടെ ഷെൽട്ടറുകളിൽ വെള്ളം തളിച്ച് ഷെഡുകളിൽ വെള്ളം തളിച്ച് തണുപ്പിക്കുകയും അദ്ദേഹത്തിനായി തണുത്ത വെള്ളവും ഭക്ഷണവും തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നു. അത് അബൂ ഖൈസമ റളിയല്ലാഹു അൻഹു ആ ഷെഡിന്റെ വാതിൽക്കൽ നിന്ന് ഭാര്യമാർ ഒരുക്കിയ സൗകര്യങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനമായ വെയിലിലും ഉഷ്ണക്കാറ്റിലുമുള്ള യാത്രയിലായിരിക്കുമ്പോൾ അബൂ ഖൈസമ ശീതള ഛായയിലും അതുപോലെ നല്ല ഭക്ഷണം കഴിച്ചും സുന്ദരികളായ ഭാര്യമാരോടും തന്റെ കന്നുകാലികളോടൊപ്പം സമയം ചെലവഴിക്കുകയോ അങ്ങനെ കഴിയുകയോ അതൊരിക്കലും ന്യായമല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ആണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തുന്നത് വരെ നിങ്ങളെ ആരെയും സമീപിക്കുന്നതല്ല. അതിനാൽ നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടി യാത്രാ സാധനങ്ങൾ ഒരുക്കുക. അവർ അതുപോലെ തന്നെ ചെയ്തു. തുടർന്ന് അബൂ ഖൈസമ ഒട്ടകപ്പുറത്ത് കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്തുടർന്ന് യാത്ര. കഠിനമായ ചൂടും ഉഷ്ണക്കാറ്റുമുള്ള ഒരു ഉച്ചനേരത്ത് മരുഭൂമിയിൽ ദൂരെ നിന്ന് ഒരു യാത്രികൻ വരുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഇബ്നു ഹിഷാമിന്റെ നിവേദനം അനുസരിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴേക്കും തബൂക്കിൽ എത്തിയിരുന്നു. അവിടുന്ന് പറഞ്ഞു, കുൻ അബാ ഖൈസമ, അബൂ ഖൈസമ ആയിരുന്നെങ്കിൽ എത്ര നന്ന്. അദ്ദേഹം അടുത്ത് വന്നപ്പോൾ സഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ആണ്, അത് അൻസാരിയ അബൂ ഖൈസമ തന്നെയാണ്. അദ്ദേഹം തന്റെ ഒട്ടകത്തിൽ ഇരുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് സലാം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അബൂ ഖൈസമ, നീ എന്തുകൊണ്ടാണ് പിന്നോട്ട് പോയത്? അപ്പോൾ അദ്ദേഹം നടന്ന കാര്യങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ സംഭവത്തെക്കുറിച്ച് ഹദരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതുന്നു, ചരിത്രത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്ക് പുറപ്പെട്ടപ്പോൾ ചില സഹാബാക്കൾ പിറകിലായിരുന്നു. അവരിൽ ഒരാളായിരുന്നു അബൂ ഖൈസമ. അദ്ദേഹം വളരെ നല്ല വ്യക്തിയായിരുന്നു. പിറകിലാകണമെന്ന് അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ യുദ്ധത്തിനായി പുറപ്പെടാനുള്ള കൽപ്പന വന്നപ്പോൾ അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല. അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ ഭാര്യ തന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ കാത്തിരിക്കുന്നത് കണ്ടു. അദ്ദേഹം ഭാര്യയുടെ ആ ആഗ്രഹം അവഗണിച്ചുകൊണ്ട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പുറപ്പെട്ടുവോ? ഭാര്യ പറഞ്ഞു, ഒന്ന് ഇരിക്കുകയെങ്കിലും ചെയ്യുക. അദ്ദേഹം മറുപടി പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതൻ യുദ്ധത്തിനായി പുറപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ വീട്ടിലിരുന്ന് വിശ്രമിക്കുകയോ? അബൂ ഖൈസമക്ക് അത് സാധ്യമല്ല. ഉടൻ തന്നെ പുറത്തിറങ്ങി കുതിരയെ തയ്യാറാക്കി അതിൽ കയറി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ വഴിയിലൂടെ യാത്രയായി. ഒടുവിൽ കഠിനമായ യാത്രയ്ക്ക് ശേഷം പല ഇടത്താവളങ്ങൾ താണ്ടി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചേർന്നു. അത് മുസ്ലിം ഇവിടെ കുതിരയെ കുറിച്ചാണ് പറഞ്ഞത്. ചിലപ്പോൾ അത് തെറ്റായി പറഞ്ഞതായിരിക്കാം. ആദ്യ നിവേദനങ്ങളിൽ ചിലയിടത്ത് ഒട്ടകത്തെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ രണ്ടും ഉണ്ടായേക്കാം. എന്തായാലും സവാരിക്ക് ഉപയോഗിക്കുന്ന മൃഗമാണെന്നത് ഉറപ്പാണ്. അവസാനം അദ്ദേഹം സൈന്യത്തിന്റെ അടുത്തെത്തിയപ്പോൾ ചില സ്വഹാബികൾ ദൂരെ നിന്ന് പൊടി ഉയരുന്നത് കണ്ട് ആരാണ് വരുന്നതെന്ന് ഊഹിക്കാൻ തുടങ്ങി. ആ സമയം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വരുന്നയാൾ ആരെങ്കിലും ആകട്ടെ, അയാൾ അബൂ ഖൈസമയായി മാറട്ടെ എന്നല്ല കുൻ അബാ ഖൈസമ, അബൂ ഖൈസമ ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. മറിച്ച് അതിന്റെ അർത്ഥം ഇതാണ്, വരുന്നയാൾ അബൂ ഖൈസമ ആയിരുന്നാൽ എത്ര നന്ന് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കുൻ ആകുക എന്ന പദത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീറെ കബീറിലുള്ള ഒരു ഉദ്ധരണിയാണ് ഹദരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു കുൻ എന്ന പദത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. മറ്റൊരിടത്ത് മുസ്ലിം മൗഊദ് ഇപ്രകാരം എഴുതി, ഓർക്കുക, അറബി ഭാഷയിൽ കുൻ എന്ന വാക്ക് ഒരാളോട് കൽപ്പിക്കാനും വെറും ആഗ്രഹം പ്രകടിപ്പിക്കാനും ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സിറിയയിലേക്ക് സൈന്യത്തെ അയച്ചപ്പോൾ അബൂ ഖൈസമ എന്നൊരു സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മേൽ തിരുനബിക്ക് വലിയ വിശ്വാസമായിരുന്നു. അവിടുന്ന് അദ്ദേഹത്തെ വളരെ സ്നേഹിച്ചിരുന്നു. തന്റെ കടമ നിർവഹിക്കുന്നതിൽ ഈ വ്യക്തി അശ്രദ്ധ കാണിക്കില്ലെന്ന് അവിടുന്ന് കരുതിയിരുന്നു. പക്ഷെ അവിടുന്ന് സൈന്യത്തോടൊപ്പം നഗരത്തിൽ നിന്ന് കുറച്ചു ദൂരം പോയി സഹാബികളെ പരിശോധിച്ചപ്പോൾ അബൂ ഖൈസമയെ കണ്ടില്ല.
അപ്പോൾ അവിടത്തേക്ക് അതീവ ദുഃഖമുണ്ടായി. എനിക്ക് ഇത്രയും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നിട്ടും അയാൾ ഈ ജിഹാദിൽ നിന്ന് പിന്നോട്ട് പോയല്ലോ. അവിടുന്ന് പോകുമ്പോൾ ആരോ പറഞ്ഞു, തിരുമേനി, പിന്നിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു, കുൻ അബാ ഖേസമ. ആ പൊടി മാഞ്ഞ് അയാൾ അടുത്ത് വന്നപ്പോൾ ആളുകൾ കണ്ടത് അബൂ ഖേസമ തന്നെയായിരുന്നു. അപ്പോൾ അവിടുന്ന് തന്റെ ആഗ്രഹം ഇത്ര വേഗം പൂർത്തിയാക്കിയതിന് അള്ളാഹുവിനെ സ്തുതിച്ചു. ഇവിടെ കുൻ അബാ ഖേസമ എന്നതിന്റെ അർത്ഥം വരുന്നയാൾ മറ്റൊരാളായിരുന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ അബു ഖേസമയായി മാറട്ടെ എന്ന് പറഞ്ഞു എന്നല്ല, മറിച്ച് ദൈവമേ, വരുന്ന ആൾ അബു ഖേസമ ആയിരിക്കണേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു കുൻ അബാ ഖേസമ എന്നതിന്റെ അർത്ഥം. അതിനാൽ അറബി ഭാഷയിൽ കുൻ എന്ന വാക്കിന് ചിലപ്പോൾ ആഗ്രഹം പ്രകടിപ്പിക്കാനും വാക്ക് ഉപയോഗിക്കാറുണ്ട്. അദ്ദേഹം വ്യാഖ്യാനിച്ച ആയത്ത് ഞാൻ ഇവിടെ കേൾപ്പിച്ചിട്ടില്ല. എന്നാൽ കുൻ എന്ന പദത്തിന്റെ വിശദീകരണം ആണ് നൽകിയത്. ബാക്കി ഇൻഷാല്ല പിന്നീട് വിവരിക്കുന്നതാണ്. റബുവയിലെ പള്ളിയിൽ നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഗുരുതരമായി പരിക്കേറ്റവരെ അള്ളാഹു തന്റെ സംരക്ഷണത്തിൽ വയ്ക്കുകയും വേഗത്തിൽ അവർക്ക് പരിപൂർണ സൗഖ്യം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. പാകിസ്ഥാനിലെ എതിരാളികളുടെ എല്ലാ പദ്ധതികളെയും അള്ളാഹു നിഷ്ഫലമാക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യട്ടെ. റബുവയിൽ ഇന്ന് ഖത്മെ നുബുവത്തിന്റെ പേരിൽ സമ്മേളനം നടക്കുന്നുണ്ട്. മൗലവിമാർക്ക് അവർ പറയാനുള്ള വൃത്തികേടുകളും അഴുക്കുകളും ഒക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ പരിപാടി അവസാനിച്ചോ എന്നറിയില്ല, അവസാനിച്ചു കാണും. അള്ളാഹു അവരുടെ ഉപദ്രവത്തിൽ നിന്ന് അഹമ്മദികളെ സംരക്ഷിക്കട്ടെ. അതുപോലെ ബംഗ്ലാദേശിലെ അഹമ്മദികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അവിടെയും എതിരാളികളുടെ ദുരുദ്ദേശങ്ങൾ പ്രകടമാണ്. അവിടെയും ഓരോ അഹമ്മദിയും അള്ളാഹു സംരക്ഷിക്കട്ടെ. ഫലസ്തീനുകാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അള്ളാഹു അവരോട് കരുണ കാണിക്കുകയും അക്രമികളിൽ നിന്ന് മോചനം നൽകുകയും ചെയ്യട്ടെ. വെടിനിർത്തൽ എന്ന് പറയുന്നത് പേരിന് മാത്രമാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ ഇത് പേരിന് മാത്രമുള്ള വെടിനിർത്തലായിരുന്നു എന്ന് തെളിയിച്ചിരിക്കുന്നു. അള്ളാഹു ആ മർദ്ദിതരെ അക്രമത്തിൽ നിന്നും രക്ഷിക്കുകയും അക്രമികളെ പിടികൂടുകയും ചെയ്യട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.